ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഡിസ്കസ് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭക്ഷ്യസുരക്ഷാ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിച്ച വർഷമേത്? 2013. 2016 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏത്? സർവീസസ്. 2025-26 സർവീസസ് തന്നെയാണ് കേട്ടോ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയിട്ടുള്ളത്. ദേശീയ ശാസ്ത്ര ദിനം എന്ന്? ഫെബ്രുവരി 28. 2026 ഫെബ്രുവരി ദിന പ്രമേയം എന്ന് പറയുന്നത് വുമൻ ഇൻ സയൻസ് കാറ്റലൈസിംഗ് വികസിത ഭാരത് എന്നുള്ളതാണ് കേട്ടോ. ശാസ്ത്രത്തിലെ സ്ത്രീകൾ വികസിത ഭാരതത്തെ ഉത്തേജിപ്പിക്കുന്നു എന്നുള്ളതാണ്, മറന്നുപോകല്ലേ. 2026 ഫെബ്രുവരി 28 ശാസ്ത്രദിന പ്രമേയം എന്ന് പറയുന്നത് വുമൻ ഇൻ സയൻസ് കാറ്റലൈസിംഗ് വികസിത ഭാരത് എന്നുള്ളതാണ്. മലയാളം പറയാം, ശാസ്ത്രത്തിലെ സ്ത്രീകൾ വികസിത ഭാരതത്തെ ഉത്തേജിപ്പിക്കുന്നു. 500-ൻ്റെയും 1000-ൻ്റെയും കറൻസി നോട്ടുകൾ കേന്ദ്ര ഗവൺമെൻറ് പിൻവലിച്ചതെപ്പോൾ? 2016 നവംബർ 8. മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരൂര്. ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര പയർ വർഷമായി ആചരിച്ചതെന്ന്? 2016. ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര പയർ വർഷമായി ആചരിച്ചത് 2016. 2016 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? സി രാധാകൃഷ്ണൻ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ജി ശങ്കരപിള്ളയ്ക്കാണ്. അപ്പോൾ 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആരാണ്? KG ശങ്കരപിള്ളയ്ക്കാണ്. ഓർത്ത് വെച്ചേക്കണേ. റിയോ ഒളിമ്പിക്സിൽ ഏതിനത്തിലാണ് ഇന്ത്യൻ താരം PV സിന്ധു വെള്ളി മെഡൽ നേടിയത്? ബാഡ്മിൻ്റൺ. താഴെ പറയുന്നവയിൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? സിന്ധു. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത്? ആനമുടി. രാജസ്ഥാൻ മരുഭൂമിയിൽ കാണപ്പെടുന്ന മൃഗം? ഒട്ടകം. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണേത്? കറുത്ത മണ്ണ്. ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്? മാർച്ച് മുതൽ മെയ് വരെ. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. ലക്ഷദ്വീപ് സമൂഹത്തിലെ ദ്വീപുകളുടെ എണ്ണം? 36. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? ജമ്മു കാശ്മീർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക് ഏത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ മെട്രോ റെയിൽ ആദ്യമായി ആരംഭിച്ചത് എവിടെ? കൊൽക്കത്ത. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എഴുതിയതാര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നതെന്ന്? ജനുവരി 26. രാജ്യസഭയുടെ അധ്യക്ഷനാര്? ഉപരാഷ്ട്രപതി. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആര്? ഡോക്ടർ BR അംബേദ്കർ. നമ്മുടെ ദേശീയ മൃഗം? കടുവ. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ പെടാത്തതേത്? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. വിവരാവകാശ നിയമം നിലവിൽ വന്നത് എപ്പോൾ? 2005. നമ്മുടെ ദേശീയ പതാകകളുടെ മുകളിലത്തെ നിറം? കുങ്കുമം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ? ജസ്റ്റിസ് HL ദത്തു. നിലവിലെ നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് എല്ലാവർക്കും അറിയോ? V രാമസുബ്രഹ്മണ്യമാണ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള സമയം? 52 സെക്കൻഡ്. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യത്തെ സമരം? ചമ്പാരൻ സമരം. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? സുഭാഷ് ചന്ദ്രബോസ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസിഫ് അലി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധി യുഗം എന്നറിയപ്പെടുന്നത്? 1919 മുതൽ 1947 വരെയാണ് ഗാന്ധി യുഗം എന്നറിയപ്പെടുന്നത്. ഒന്നും കൂടെ പറയാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധി യുഗം എന്നറിയപ്പെടുന്നത് 1919 മുതൽ 1947 വരെയാണ്. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്താവശ്യത്തിനാണ്? ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥം. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം?
ആന്ധ്രാപ്രദേശ്. 1961 ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് മുമ്പ് ഗോവ ഏത് വിദേശ രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു? പോർച്ചുഗൽ. ദേശീയ തലസ്ഥാന പ്രദേശമേത്? ഡൽഹി. ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം? 1965. ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണം? ചൗരി ചൗര സംഭവം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? അഷ്ടമുടി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ആലപ്പുഴ. കടൽ തീരമില്ലാത്ത ജില്ല ഏത്? കോട്ടയം. കേരളത്തിൽ അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ ഏത്? കണ്ണൂർ. കേരളത്തിലെ ഏക സിംഹ സഫാരി പാർക്ക് എവിടെയാണ്? നെയ്യാർ. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? കഞ്ചിക്കോട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? പെരിയാർ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ കേരളീയ വനിതയാര്? PT ഉഷ. കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രം? നീണ്ടകര. ക്രിസ്തുമത വിശ്വാസികൾ ഏറ്റവും അധികമുള്ള സംസ്ഥാനം ഏത്? കേരളം. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചതാര്? വൈകുണ്ഠസ്വാമികൾ. താഴെ പറയുന്നവയിൽ വക്കം മൗലവിയുമായി ബന്ധമില്ലാത്ത പ്രസിദ്ധീകരണം ഏത്? അല്ലമീൻ. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ആറ്റിങ്ങൽ കലാപം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയതാര്? VT ഭട്ടതിരിപ്പാട്. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്തത്? വേല ചെയ്താൽ കൂലി കിട്ടണം. ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത്? പ്രാചീന മലയാളം. കുമാരഗുരുദേവന്റെ ജന്മസ്ഥലം? ഇരവിപേരൂർ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചതാര്? മന്നത്ത് പത്മനാഭൻ. അയ്യങ്കാളി സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം? സാധുജന പരിപാലന സംഘം. കേരള സംസ്ഥാനം രൂപീകരിച്ച വർഷമേത്? 1956. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഏത്? ത്വക്ക്. ഡെങ്കിപ്പനി പരത്തുന്ന ജീവി ഏത്? ഈഡീസ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം? ഇരുമ്പ്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം? ജീവകം D. ജലദോഷത്തിന് കാരണമായ രോഗകാരി? വൈറസ്. ഡോട്സ് ഏത് രോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ്? ക്ഷയം. അരിയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം? അന്നജം. പെരിയാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ഇടുക്കി. കേരളത്തിലെ തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല? ആലപ്പുഴ. ആഗോളതാപനത്തിന് കാരണമായ വാതകം? കാർബൺ ഡൈ ഓക്സൈഡ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? നീൽസ് ബോർ. ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? അലൂമിനിയം. മെൻഡലിയേവ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അവയുടെ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ആറ്റോമിക മാസ്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിലുണ്ടാകുന്ന നൈട്രജൻ സംയുക്തം? നൈട്രിക് ഓക്സൈഡ്. കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം? ഹൈഡ്രജൻ. താഴെ കൊടുത്തവയിൽ പ്രവൃത്തിയുടെ യൂണിറ്റ്? ജൂൾ. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ്? 120 ഡിഗ്രി സെൽഷ്യസ്. ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണുന്ന വസ്തുവിൻ്റെ നിറം? കറുപ്പ്. കള്ളനോട്ട് തിരിച്ചറിയുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിരണം? അൾട്രാവയലറ്റ്. പാലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹം? വ്യാഴം. അപ്പോൾ ഇന്ന് നമ്മൾ 80 ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട് കേട്ടോ. 80 GK ക്വസ്റ്റ്യൻസ് എല്ലാ ടോപ്പിക്കിൽ നിന്നും നമ്മൾ നോക്കിയിട്ടുണ്ട്. രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് വീതം നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇന്ന് തന്നെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത നല്ലൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും താങ്ക് യു.